ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ജിവാഞ്ചർ ട്രാവൽമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു അടിപൊളി ഒരു ക്ഷേത്രം കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് മണക്കാട് വഴി പണ്ടപ്പള്ളി പോകുന്ന വഴിക്ക് മൂഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും നല്ല അടിപൊളി കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മുടെ തൊടുപുഴ മൂവാറ്റുപുഴ ആറ് ഒഴുകുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് എല്ലാവരെയും കാണിക്കുന്നത്. എൻ്റെ ഈ പുറകെ കാണുന്ന കേട്ടോ ആ ക്ഷേത്രം കേട്ടോ. നമ്മൾ അവിടുത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകളെ നമുക്ക് ആ കാഴ്ചയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് അരിക്കുഴ എന്നാട്ടോ. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതാണ് മെയിൻ റോഡാണ് ഇത്. ഈ വഴിക്ക് മൂവാറ്റുപുഴയ്ക്ക് തൊടുപുഴ മൂവാറ്റുപുഴയ്ക്ക് പോകാം. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ആർച്ച്. ഇവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ആ കാഴ്ചകളൊക്കെ കാണാം. ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് തന്നെ നല്ലൊരു ആംബിയൻസ് കേട്ടോ. എന്നുവെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കമുക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുണ്ട് തെങ്ങ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഈ കമുകൊക്കെ ഇവിടെ പൊങ്ങി വന്നാൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഈ അമ്പലത്തിന് മുന്നിലെ കാഴ്ച കാണാൻ. ഖണ്ഡകർണൻ
ഇങ്ങനെ 5 പേരുടെ പ്രതിഷ്ഠയാണ് ഇത്. വേറെ ഇത് തൊടുപുഴയാറ് ഒഴുകി മൂവാറ്റുപുഴയിലേക്ക് പോകുന്നതിൻ്റെ ആ ഭംഗിയുള്ള ആ കാഴ്ച ഒന്ന് നോക്കി. അല്ലെങ്കിൽ മറിഞ്ഞ കേട്ടോ ഈ ഇത് ഒഴുകുന്നത്. കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആയത് കാരണം നല്ല ഒഴുക്കാണ് കേട്ടോ. ആ ഒഴുക്കിൻ്റെ ശക്തി ഇത് നോക്കി കേട്ടോ. ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഇടിച്ചിട്ട് എന്നെ ശക്തിയിലാണ് ഒഴുകുന്നതെന്ന്. ഈ പുഴ ഇതിലൂടെ ഒഴുകുന്നത് നമുക്കൊരു വ്യത്യസ്തമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വൃത്താകൃതിയിൽ ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വളഞ്ഞൊഴുകുന്ന ആ കാഴ്ച ഇത്ര സുന്ദരമായ ഒരു കാഴ്ചയത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത നല്ലൊരു കാഴ്ചയുമായി കാണുന്നവരെ ബൈ ബൈ.